അടുത്തിടെ ചേച്ചി എഴുതിയ അല്ലെങ്കിൽ മ്യൂസിക് ചെയ്തൊരു പാട്ട് വിഷുവിന് നിങ്ങൾ ഇറക്കി. ആൻഡ് ചേച്ചിയുടെ ഒരു മൾട്ടി ടാലന്റ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ഒരു കഴിവ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പൊ ഈ എഴുതും അതിന്റെ കൂടെ പാട്ട് കമ്പോസ് ചെയ്തു. ഇത് ചെയ്യാൻ കാരണം ഇത് സൗഭാഗ്യ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എനിക്ക് എഴുതാൻ പറ്റും. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് എഴുതിയതാ. അത് ശരി മോളെ ഈ ഡെയിലി കമ്പോസർ ഫസ്റ്റ് ഞാനായതാണ്. അപ്പൊ എന്നെ ഇവിടെ എല്ലാരും കളിയാക്കും. നാർത്തിലെ ഉഷാക്കന്ന ഇവിടെ നമ്മുടെ സുബ. ശരിക്കും പറഞ്ഞാൽ അമ്മ അറിഞ്ഞിട്ടില്ല എന്നെ ഞാൻ എഴുതിയതും കമ്പോസ് അമ്മ അറിഞ്ഞിട്ടില്ല. ഓ അത് ശരി, സർപ്രൈസ് ആയി. ഫസ്റ്റ് ലേഡി കമ്പോസർ അറിഞ്ഞിട്ടില്ല, ഇതുവരെ അറിഞ്ഞിട്ടില്ല. എല്ലാം ഇതുവരെ അറിഞ്ഞിട്ടില്ല. അല്ല ഞാൻ പറയണ ഇതെല്ലാം സ്ത്രീകൾക്കാണ് നമ്മൾ ചെയ്യുന്ന ഒരു നമ്മുടെ ഒരു ഇതല്ലേ. ആ സ്ത്രീ ശക്തിയെ കുറച്ചും കൂടെ ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഇതാക്കിയാൽ നമുക്ക് പിടിച്ചാൽ നിൽക്കാത്ത ഉയരത്തിന് നമുക്ക് പോകാൻ പറ്റും. അതെ, നമുക്ക് ആ സോങ് ഒന്ന് ഇവിടെ നമ്മൾ പ്ലേ ചെയ്യാം, അതൊന്ന് കാണാം. കമനീയ കണ്ണനു കണിയൊരുക്കാം, കളഭവും കദളിപ്പഴവും വയ്ക്കാം. കമനീയ കണ്ണനു കണിയൊരുക്കാം, കളഭവും കദളിപ്പഴവും വയ്ക്കാം. കനക കാന്തിയിൽ കണിക്കൊന്ന പൂവുമായി കാർമുകിൽ വന്നനെ കണ്ടു തൊഴാം. നല്ല സോങ്. അതുപോലെ തന്നെ വിഷ്വൽ കാണുമ്പോഴും അതില് അത് അമ്മയും മകളും ആയതുകൊണ്ടാണ് ഷൂട്ട് ചെയ്ത അർജുനാണ്. അതെ, നിങ്ങൾ ഫാമിലി ആയിട്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയ പോലെ ഒരു ഫീൽ ആയിരുന്നു. സൗഭാഗ്യ പാടി അല്ലേ? സൗഭാഗ്യ നമ്മുടെ ഇവിടുത്തെ ഷോയിൽ വന്നപ്പോഴൊക്കെ പാട്ട് പാടി. പക്ഷെ ഈ പാട്ടില് സൗഭാഗ്യയുടെ വോയിസ് കേൾക്കാൻ ഒരു പ്രത്യേകം ഒരു ഡിവൈൻ സെമി ഒരു ഡിവൈൻ വോയിസ്. അമ്മ ഇപ്പോഴാണ് ഈ സർപ്രൈസ് കാണുന്നത് അല്ലേ? മനസ്സിലായിട്ടില്ല. മനസ്സിലായോ എന്താ സംഭവം? അതായത് താരചേച്ചിയാണ് എഴുതിയത്. എഴുതി അവൻ പാടി വിഷുവിനെ അത്രയ്ക്കൊന്നും എപ്പോ தெரியுது? ഫസ്റ്റ് ക്ലാസ് ആയിട്ടുണ്ട്. നമ്മൾ അർജുനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. അർജുൻ എന്ന് പറഞ്ഞ മകനാണെന്നാണ് ചേച്ചി എപ്പോഴും പറയുന്നത്. സോ അർജുനും കൂടി നിങ്ങളുടെ ഫാമിലിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് വന്നപ്പോ എങ്ങനെയുണ്ട്? എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അർജുൻ. കാരണം മകനായും സൗഭാഗ്യക്ക് സ്ത്രീധനം ഞാനൊരു സ്വർണമോ പൈസയോ ഒന്നും കൊടുത്തില്ല. കൈ പിടിച്ച് ഗുരുവായൂരപ്പന്റെ മുന്നിൽ വെച്ച് ഞാനിങ്ങനെ കൊടുത്തു, അത്രേ കൊടുത്തുള്ളൂ. സാധാരണ അച്ഛനാണ് കൈ പിടിച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പം നമ്മള് ഭഗവാന്റെ നടയെ വെച്ച് അർജുൻ പറഞ്ഞു എനിക്ക് കൈ പിടിച്ച് തരുന്നത് ടീച്ചർ തന്നാ മതി, എന്നെ ടീച്ചർ എന്നാ വിളിക്കുന്നത്. അപ്പൊ ടീച്ചർ തന്നാ മതി. അങ്ങനെ ഞാൻ തന്നെയാണ് കൈ പിടിച്ച് കൊടുത്തത്. അങ്ങനെ എന്റെ ഫാമിലിയിൽ എന്റെ ഒരു അസറ്റ് ആണ് ആ കുട്ടി. സോ പറയൂ, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഇവരെ നിങ്ങളെ പോലെ തന്നെ ഒരു അമ്മയും മകളുമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അമ്മ വീണ, മകള് പാട്ട്. അതാണ് ഇവരുടെ ഒരു കോമ്പിനേഷൻ അല്ലേ? സോ എത്ര വർഷമായി പാട്ട് പഠനം? ഞാനൊരു 4 years തൊട്ട് പാട്ട് പഠിക്കുന്നു. അമ്മയോ? 35 വർഷമായിട്ട് 35 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഫസ്റ്റ് സ്റ്റേജ് ആണ് അല്ലേ? അതെ അതെ. ഒരു TV ഷോ ഫസ്റ്റ് ആണ്. എനിക്ക് ഒരിക്കലും ഒരു ചാൻസ് അമൃത ചാനലിൽ കിട്ടിയതാണ്, സൂപ്പർ സ്റ്റാറിൽ. അന്ന് ഞാൻ +2 പഠിക്കായിരുന്നു. കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിച്ചത്. അപ്പോൾ സ്കൂളിലെ സ്റ്റഡീസിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അങ്ങനെ ആ ചാൻസ് നഷ്ടപ്പെട്ടു. അതിനുശേഷം പിന്നെ ഞാൻ ഒരു റിയാലിറ്റി ഷോയ്ക്കും പോയിട്ടില്ല. അത് ശരി. താരചേച്ചി എന്താ ചോദിക്കാനുള്ളത്? നിങ്ങളെ പോലെ തന്നെ ഒരു ഫാമിലിയാണ്, സംഗീതമാണ് ഇവരുടെ കുടുംബത്തിൽ എല്ലാവരും അല്ലേ? അതെ അതെ. എൻ്റെ അച്ഛൻ്റെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും എല്ലാം മ്യൂസിക് ടീച്ചേഴ്സാണ്. അമ്മയുടെ ഇളയ ബ്രദറും മ്യൂസിക് ടീച്ചറാണ്. അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് അമ്മാവൻ്റെ അടുത്ത് നിന്നാണ് പാട്ട് പഠിച്ചു വന്നത്. അമ്മാവന് ആശാ ശരത്തല്ലേ, ഡാൻസ് ആശാ ശരത്തിന്റെ സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിരുന്നു. ഇപ്പൊ ഇവര് മ്യൂസിക്കും വീണയും കൂടി ചേർത്തിട്ട് ഓരോ പ്രോഗ്രാംസ് ചെയ്യും. ചേച്ചി എന്താണ് ഇവരോട് പറയാനുള്ളത്? ഗോഡ് ബ്ലെസ്. നമുക്കിനി കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. നമസ്കാരം, എൻ്റെ പേര് പ്രസാദ് ഐമനം. ചേച്ചിയുടെ ഹസ്ബൻഡ് സേതുലക്ഷ്മിയുടെ അച്ഛൻ. അപ്പൊ പറയൂ, ഫാമിലിയിൽ ഇങ്ങനെ അച്ഛനും പാട്ടൊക്കെ റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സംഗീത വിശേഷം? സംഗീത ഫാമിലിയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും.
എൻ്റെ ജ്യേഷ്ഠൻ ഗാനപ്രവീണയാണ്, അതുപോലെ തന്നെ സിസ്റ്ററും ഗാനഭൂഷണമാണ്. രണ്ടുപേരും ടീച്ചേഴ്സായിരുന്നു, ഗവൺമെൻറ് റിട്ടയർഡായി. പിന്നെ അച്ഛൻ മൃദംഗം വായിക്കുമായിരുന്നു, അമ്മ ഹാർമോണിയം വായിക്കുമായിരുന്നു. രണ്ടുപേരും ഒരുവിധം പാടുമായിരുന്നു. അതുപോലെ തന്നെ ഇവരൊക്കെ വലിയ പാട്ടുകാരായതുകൊണ്ട് എനിക്ക് പാടാനായിട്ട് വലിയൊരു സമയം കിട്ടില്ല. സമയം കിട്ടാത്തതല്ല, ഇവർ എൻ്റെ പാട്ടിനെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഓ അത് ശരി. പിന്നെ വീണ എന്നുള്ള ഈ ഒരു വാദ്യോപകരണം എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വീണക്കാരിയെ വിവാഹം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. ശരി. അത് പ്രാബല്യത്തിൽ വന്നു. അത് ഒട്ടും പിന്നോട്ട് പോകാതെ ശക്തമായി മുന്നോട്ട് പോയി ആളെ സ്വന്തമാക്കി. 1, 2, 5 വീണ മുതൽ 10 വീണ വരെ വെച്ചുള്ള പ്രോഗ്രാം ഞങ്ങൾ ഓർഗനൈസ് ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇനി ഇതാരാണ് വന്നിരിക്കുന്നത്? എൻ്റെ പേര് അരുൺ, ഞാൻ സേതുലക്ഷ്മിയുടെ ഹസ്ബൻഡാണ്. സേതുലക്ഷ്മിയുടെ ഹസ്ബൻഡാണ്. വർക്ക് ചെയ്യാണോ? ഞാൻ ആർമിയിലാണ് വർക്ക് ആർമിയിലാണ്. അപ്പോൾ സേതുലക്ഷ്മിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഇങ്ങനെ കൂടെ തന്നെ ഉണ്ട്. തീർച്ചയായും. അരുണ് നന്നായിട്ട് പാടും, പക്ഷേ അരുൺ എപ്പോഴും ബിസി ആയിരിക്കും ജോലിയില്. മനസ്സിലാവും. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി അവരിങ്ങനെ 24 hours ഏറ്റവും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റെസ്പെക്ട് ചെയ്യേണ്ട ആൾക്കാരാണ്. ലോട്ട്സ് ഓഫ് റെസ്പെക്ട്.